നിർത്തിക്കോ കസേരയ്ക്ക് വേണ്ടിയുള്ള അടി, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മൗനം വെടിയേണ്ടി വരുമെന്ന് മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കുക. മുസ്ലിം ലീഗ് നേതാവ് PMA സലാം പറഞ്ഞു വെക്കുകയാണ് ഇപ്പോ രാഷ്ട്രീയ കേരളത്തിൽ. അത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് UDF-ൽ കോൺഗ്രസ് ഉണ്ടാക്കുന്ന ഈ രാഷ്ട്രീയ കലഹങ്ങൾ, 100% വൃത്തികെട്ട നീക്കങ്ങൾ ഹൈക്കമാൻഡിലേക്ക് പോലും ഞങ്ങൾക്ക് ഡയറക്റ്റ് പോകേണ്ടി വരുമെന്ന സൂചനയല്ല, കൃത്യമായി നാക്കെടുത്ത് പറയുകയാണ് സലാം എന്നുള്ളതാണ്. ഇതിനൊരു അറുതി വേണ്ടേ? ഇതെന്തൊരു രാഷ്ട്രീയ കളിയാണിത്? എന്ത് അധികാരമോഹമാണിത്? ഇതിനൊരു അവസാനമില്ലേ? മെയ് 4-ന് ജനഹിതം കാത്തിരിക്കുന്ന ഒരു നാടിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി എത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഇത്രമേൽ പരസ്യമായ വിഴിപ്പലക്കലിലേക്ക് പോവുക എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ കാർക്കിച്ചു തുപ്പുന്നതല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ലീഗ് പോലും മൗനം വെടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏതൊരു സമയത്തും കൃത്യമായ കേഡർ സംവിധാനത്തിലൂടെ നിലപാടുകളുമായി മുമ്പോട്ട് പോകുന്ന അച്ചടക്കമുള്ള മിഷനറി സംവിധാനമുള്ള ലീഗ് എന്നും പ്രതിജ്ഞാബദ്ധമായി UDF-ന്റെ ഡിസിപ്ലിൻ രംഗത്ത് കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർക്ക് പോലും സഹികെടുന്ന രീതിയിലേക്ക് UDF-ന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കസേരകളി നീങ്ങുന്നത് വലിയ അബദ്ധത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ലീഗ് എത്രമാത്രം അസംതൃപ്തരാണ് ആ മുന്നണിയിൽ എന്നുള്ളത് കൂടിയാണ് ഇതിനകത്ത് വെളിവാകുന്നത്. ഒരു പരിധിയില്ലേ ഇതിന്? 5-ാം മന്ത്രിസ്ഥാനം ചോദിക്കുമ്പോൾ അത് ഔദാര്യമായി വെച്ച് നീട്ടുന്ന, ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമോ കിട്ടില്ലയോ എന്ന് ചർച്ചകൾ നടക്കുമ്പോൾ മൗനം കാത്തു സൂക്ഷിക്കുന്ന, ഞങ്ങൾ ഒന്നിനും ഡിമാൻഡബിൾ ആകില്ല, ഞങ്ങൾ ഈ പാർട്ടിയിൽ അച്ചടക്കമുള്ളവരായിരിക്കും എന്ന് പറയുന്ന ലീഗ് 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്നത് അകാരണമായാണ്. വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ലീഗ് 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്നത്. ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റ് അത്രമേൽ വലിയ ഒരു പാർട്ടിയാണത്. 100% സീറ്റുകളിൽ ആളുകൾ നിർത്തുമ്പോ 95-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഏത് സമയത്തും കാത്തു സൂക്ഷിക്കുന്ന ഇത്തവണയും ലീഗ് വലിയ പ്രതീക്ഷയിലാണ്. ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം കൃത്യമായി പൂർത്തിയാക്കുകയും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത കോൺഫിഡൻസിലാണ് മെയ് 4-ന് അവർ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടുത്തെ ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കൂ, പ്രത്യേകിച്ച് നിലമ്പൂരിൽ കുഞ്ഞാപ്പ വന്ന് ഇറങ്ങിക്കോ, നമുക്ക് ചെയ്ത് പിടിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോ ലീഗിന്റെ PK ഫിറോസും KM ഷാജിയും അടക്കമുള്ള, നവാസ് അടക്കമുള്ള നേതാക്കൾ നിലമ്പൂരിന്റെ തെരുവുകളിലൂടെ നടന്നതിന്റെ ഫലം കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത്, M സ്വരാജ് എന്ന അധികായനെ പരാജയപ്പെടുത്തിയത്. അത്രമേൽ വലിയ മിഷനറി സംവിധാനമായി നിൽക്കുന്ന ലീഗ് പോലും മൗനം വെടിഞ്ഞ് നിർത്തി തറക്കളി എന്ന് പറയുന്ന രീതിയിലേക്ക് വരണമെങ്കിൽ എത്രമാത്രം അധപ്പതനത്തിലേക്കാണ് കോൺഗ്രസ് പോയതെന്നുള്ളതാണ്. ജനങ്ങളെ മുന്നിൽ കാർക്കിച്ചു തുപ്പി, ജനങ്ങളുടെ വിധിയെ കാത്തിരിക്കാതെ ഞങ്ങൾക്ക് ഭരണം കിട്ടി എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്ന കോൺഗ്രസിന്റെ ഈ വൃത്തികെട്ട നീക്കത്തെയാണ് ലീഗ് എന്ന കേഡർ പാർട്ടി, എന്നും പ്രതിജ്ഞാബദ്ധരായി വലതു മുന്നണിയിൽ നിലപാട് ഉറച്ചു നിൽക്കുന്ന പാർട്ടി പോലും അസ്വാരസ്യം വെളിവാക്കിയിരിക്കുന്നത്.